ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടൊരു സ്വീറ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണ്. ഒക്കെ നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ 1/2 കിലോ കുമ്പളങ്ങയാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുമ്പളങ്ങ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കും. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഏകദേശം നമ്മുടെ കുമ്പളങ്ങ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം നമ്മൾ എടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂണോളം ചുണ്ണാമ്പ് ചേർത്ത് കൊടുക്കാം. പ്രായമുള്ളവരൊക്കെ മുറുക്കാൻ ഉപയോഗിക്കുന്ന അതേ ചുണ്ണാമ്പ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ചുണ്ണാമ്പൊക്കെ സ്വീറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക എന്ന് എല്ലാവരും ചിന്തിച്ചേക്കാം. അപ്പം ഞാനും ആദ്യമൊക്കെ ഒന്ന് സംശയിച്ചതാണ്. പക്ഷേ ചുണ്ണാമ്പിൻ്റെതായ ഒരു ടേസ്റ്റും നമുക്കിതിനകത്ത് ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ചുണ്ണാമ്പ് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുമ്പളങ്ങ ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ 4 സൈഡും ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം നമ്മളെല്ലാം ഫോർക്ക് കൊണ്ട് കുത്തി ഇതുപോലെ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 8-10 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇപ്പം ഞാൻ കുമ്പളങ്ങ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം അതിൻ്റെ കളറിനുള്ളൊരു വ്യത്യാസമൊക്കെ. ഓക്കെ, അത് മാത്രമല്ല നമുക്കിത് നല്ലപോലെ ഇതൊന്ന് ഹാർഡായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വെള്ളത്തിലിടുമ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഒന്നുകൂടി ഒരു സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഒരു 10 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ കുമ്പളങ്ങ നല്ല ഹാർഡായിട്ടിരിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നല്ല വെള്ളത്തിൽ കഴുകണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴുകിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ നമ്മുടെ കുമ്പളങ്ങ മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ കുമ്പളങ്ങ ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പഞ്ചസാര മുഴുവനും നമ്മുടെ കുമ്പളങ്ങയെ പിടിക്കുന്ന അത്രയും നേരം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കും തോറും നമ്മുടെ കുമ്പളങ്ങയിലെ വെള്ളം നമുക്കിതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ അത് നല്ലപോലെ വറ്റി വരണം.
ഇത് നമ്മുടെ പഞ്ചസാര പാവി കിടന്ന് ഇത് വഴണ്ട് വരും തോറും നമ്മുടെ ഈ കുമ്പളങ്ങയുടെ നിറം മാറി മാറി വരും, ഒരു വൈറ്റ് കളർ വരും. ഓക്കെ, ഇപ്പോൾ ഏകദേശം അത് നല്ലപോലെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോഴാണ് നല്ല പരുവത്തിന് റെഡിയാവുന്നത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ സ്വീറ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും.